ഡെലിവറി വരെയുള്ള കെയർ പോലെ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ് ആഫ്റ്റർ ഡെലിവറി ഉള്ള കെയറും. പാർട്ട്ണറിന്റെ ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സിന്റെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട ടൈമാണിത്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആദ്യത്തെ എപ്പിസിയോട്ടമി വൂണ്ട്. നോർമലി അബ്സോർബിൾ സ്യൂച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഹോട്ട് ബാഗ്സോ അല്ലെങ്കിൽ സിക്സ് ബാത്തോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. വൂണ്ട് പ്രോപ്പർലി ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് സൂക്ഷിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഓയിൻമെന്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ 2-3 അവേഴ്സിൽ അത് ചേഞ്ച് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം. ഇനി അണ്ടർവെയർസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ലൂസ് ആയിട്ടുള്ളത് നല്ലോണം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഇത് കുട്ടിയുടെ ഷുഗർ ലെവൽ താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ്ങിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രോപ്പർ പൊസിഷനും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പാല് കെട്ടിക്കിടന്നിട്ട് പെയിനും അങ്ങനെ പലതും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഡെലിവറി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി റെസ്റ്റിന്റെ കാര്യമാണെങ്കിൽ നോർമൽ ഡെലിവറിക്ക് ഒരു 4 വീക്സും സി സെക്ഷൻ ആണെങ്കിൽ ഒരു 6 to 8 വീക്സും ആണ് നോർമലി റെസ്റ്റ് പറയുന്നത്. അത് കഴിയുമ്പോൾ പയ്യെ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഫുഡിന്റെ കാര്യമാണെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ല ബാലൻസ്ഡ് ആയിട്ട് പ്രോട്ടീനും കാൽഷ്യം എല്ലാം അടങ്ങിയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കോൺസ്റ്റിപ്പേഷനും പൈൽസിനൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ടാബ്ലറ്റ്സ് ആണെങ്കിൽ നോർമലി അയൺ ആൻഡ് കാൽഷ്യം ആണ് ആഫ്റ്റർ ഡെലിവറി കഴിക്കുന്നത്. അയൺ ഒരു 2 months വരെയും കാൽഷ്യം ഒരു അപ് ടു 6 months വരെയാണ് കഴിക്കുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, നമ്മുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് വളരെ കൂടുതൽ ചാൻസ് ഉള്ള ടൈമാണിത്. അപ്പോൾ മാക്സിമം മെന്റൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക.